ശരിക്കും അന്ന് നടന്നത് എന്തായിരുന്നു മഹേഷ് ചേട്ടാ? ഞങ്ങൾ കാണുന്നത് അല്ലെ വാർത്തകളിൽ വന്നത് മഹേഷിനെ തല്ലി, നടൻ മഹേഷിനെ. ശരിക്കും അന്ന് സംഭവിച്ചത് എന്താ? ചില നിമിഷങ്ങളിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ചില വികാരങ്ങൾ വരാം. അങ്ങനെ വികാരങ്ങൾ പുറത്താകണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അല്ലാതെ ഒരു മുൻ വൈരാഗ്യം വെച്ചിട്ടൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് അദ്ദേഹത്തിന് മുൻ പരിചയമില്ല. ഞാൻ പലപ്പോഴും ഇദ്ദേഹം വളരെ ഹൈപ്പറായിട്ട് കണ്ടിട്ടുണ്ട്. ലൊക്കേഷനില്ല നമ്മുടെ ലൊക്കേഷനിൽ തന്നെ പാലക്കാട് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരിക്കൽ ദേഷ്യം വന്നിട്ട് ആരോടുള്ള ദേഷ്യം കൊണ്ട് സ്വന്തം ഫോൺ ഗ്രൗണ്ടിലെറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. അവരൊരു പോയിന്റിൽ വരുന്നത് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും. അല്ലാതെ അവർക്ക് അവരുടേതായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരുപാട് ചിന്തകൾ കാണാം, അല്ലെങ്കിൽ അവർക്ക് അനുഭവങ്ങൾ കാണാം. പക്ഷെ അതൊന്നും തീർക്കേണ്ട ഇടമല്ല ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ വെരി അൺഫോർച്ചുനേറ്റ് ഞാൻ പറയണം. ഞാൻ വളരെ കഷ്ടപ്പെട്ട് വന്നതാണ്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നിട്ട് ഒരാൾക്ക് അവസരം ഒരാൾ അഭിനയിക്കാൻ വരാത്തപ്പോൾ ആ അവസരം കിട്ടി, അത് പ്രയോജനപ്പെടുത്തി നടനത്തിലോട്ട് വന്ന ആളാണ്. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് വാശി പറഞ്ഞ ചാർജ് ചെയ്ത് വരികയായിരുന്നു. വന്ന് എന്നെ തള്ളി. അപ്പോഴും ഒരൊറ്റ ഇടിയിരിക്കുകയായിരുന്നു. എൻ്റെ ഈ ഹാർട്ടിൻ്റെ തൊട്ട് മേലെ ഷോൾഡറിന് താഴെയായിട്ട് ഈ ഭാഗത്ത്. എനിക്കിപ്പോഴും ഇന്നത്തെ വേദന. ഓൾറെഡി ഇതിനു മുമ്പേ ഒരു ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞൊരു വ്യക്തിയല്ലേ? ഞാൻ ഒരു മേജർ ഹാർട്ടിൻ്റെ ഇഷ്യൂ കഴിഞ്ഞ് എനിക്ക് നല്ല അറ്റാക്ക് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ ഒപ്പം ചേർത്ത് തന്നെ ഒരു വലിയ സങ്കടമുള്ളത്, ഇത് സംപ്രേഷണം ചെയ്യുന്ന ഈ ചാനലിൻ്റെ ഒരു മനുഷ്യരും എന്നെ വിളിച്ചിട്ട് എന്തായാലും ചോദിച്ചിട്ടില്ല.